ഡാൻഡ്രഫ് പ്രോബ്ലം നേരിടുന്നവരാണോ? എങ്കിൽ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും. ഡാൻഡ്രഫ് എങ്ങനെ ഉണ്ടാകുന്നു, എങ്ങനെ വരാതിരിക്കാം, എങ്ങനെ പരിഹരിക്കാം. ഈ ഡാൻഡ്രഫ് എങ്ങനെ ഉണ്ടാകുന്നു എന്ന് വെച്ചാൽ, നമ്മുടെ ചർമ്മത്തിൽ സ്നേഹഗ്രന്ഥികൾ അഥവാ സെബീഷ്യസ് ഗ്ലാൻഡ് ഉണ്ട്. സാധാരണയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനേക്കാൾ ഓവറായി സെബം പ്രൊഡ്യൂസ് ചെയ്യുകയും അത് പൊടിയുകയും ചെയ്യുന്നതാണ് താരൻ. പ്രധാനമായ കാരണങ്ങളിൽ ഒന്നാണ് ഇത്. ചില ആളുകളിൽ ഹോർമോൺ വ്യതിയാനം ഉണ്ടാകുമ്പോഴും ഇത് കൂടുതലാകുന്നു. 3 ലെയറുകളുള്ള നമ്മുടെ സ്കിന്നിലെ ഏറ്റവും മുകളിലെ ലെയറായ എപ്പിഡെർമിസിലാണ് ഡാൻഡ്രഫ് ഉണ്ടാകുന്നത്. പുരികത്തിൽ, കൺപീലികളിൽ, ചെവിയുടെ സൈഡിൽ, മൂക്കിന്റെ സൈഡിൽ, അതുപോലെ കക്ഷത്തും ഫംഗൽ അണുബാധയായി കാണാറുണ്ട്. പ്രധാനമായും വയറിനുള്ളിലെ പ്രോബ്ലംസ് കാരണവും ഡാൻഡ്രഫ് വരാറുണ്ട്. അതുപോലെ തന്നെ തിരക്കിട്ട ജീവിതശൈലി, സ്ട്രെസ്, പ്രോപ്പറായ ഹെയർ കെയർ ഇല്ലായ്മ, അമിതമായ ഷാംപൂവിന്റെ ഉപയോഗം, ഡ്രൈ സ്കിൻ എന്നിവ ഉള്ളവരിലും ഡാൻഡ്രഫ് കാണാൻ സാധ്യത കൂടുതലാണ്. പ്രോപ്പറായ ഒരു ട്രീറ്റ്മെന്റിലൂടെ മാത്രമാണ് നമുക്കിത് മാറ്റിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ സ്കാൽപ്പ് ക്ലെൻസ് ചെയ്തുകൊണ്ടാണ്. ആ പ്രൊസീജിയർ കംപ്ലീറ്റ് ആയതിനു ശേഷം ഹൈ ഫ്രീക്വൻസി മെഷീൻ ഉപയോഗിച്ച് ഫംഗസുകളെ റിമൂവ് ചെയ്യുകയും അതിനാൽ ഹെയർ ഗ്രോത്ത് കൂടുവാനും സാധ്യത കൂടുതലാണ്. സ്കാൽപ്പ് ഫുൾ ക്ലീൻ ആവുന്നതോടൊപ്പം കൂടുതൽ ഹെയർ ലോസ് വരാതിരിക്കാനായിട്ട് ഈ ട്രീറ്റ്മെന്റിനോട് ചേർന്ന് തന്നെ ഒരു മോയ്സ്ചറൈസ് സ്പാ ചെയ്താൽ ബെറ്റർ ആവും. പിന്നെ ട്രീറ്റ്മെന്റിന് ശേഷം ഈ പറയുന്ന കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കണം. ഇത് ധാരാളം വെള്ളം കുടിക്കുക, ഓയിലി ഫുഡ് കൺട്രോൾ ചെയ്യുക, അതുപോലെ തന്നെ ടവല്, പില്ലോ കവർ എന്നിവ തീർച്ചയായും മാറ്റി ഉപയോഗിക്കണം. കൃത്യമായി ഇത് ഫോളോ ചെയ്താൽ ഒരു പരിധി വരെ ഡാൻഡ്രഫിനെ നിയന്ത്രിക്കാൻ സാധിക്കും.